ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നല്ലൊരു നാടൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നാടൻ പലഹാരമായിട്ടുള്ള അരിയുണ്ട. അപ്പോൾ അത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മൾ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡിലാണ് ഇത് കാണിക്കണത്. ഇതിലൊരു പരിഷ്കരിച്ച ഒരു ഐറ്റം കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ അരി നന്നായി കഴുകി ഊറ്റി വെച്ചതാണ്. അത് ഞാൻ ഈ ഒരു കപ്പിൽ 2 കപ്പാണ് അളവെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 2 കപ്പിൻ്റെ ഒരു അളവാണ് ഞാനിതിൽ പറയണത്. അത് നന്നായി കഴുകി ഊറ്റി വെച്ചത് നമ്മൾ അടികട്ടിയുള്ള നല്ല കനമുള്ളൊരു കടായിലിട്ട് നന്നായി ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് നല്ല ചുവക്കെ സ്വർണ്ണ നിറമാവണ വരെ നന്നായി വറുത്തെടുക്കണം. അത് നന്നായി കളറും നന്നായി പൊട്ടി വരുന്ന സമയത്താണ് നമ്മുടെ അരി വറുത്ത് പാകാവണത്. അപ്പോൾ ഇത് അരി വറുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശർക്കര, അതിലേക്ക് വേണ്ട ശർക്കരപ്പാനി ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒരു 4 അച്ച്, വലിയ ശർക്കരയാവ് കാരണം 4 അച്ചേ ഞാൻ എടുക്കുന്നുള്ളൂ. ചെറിയ അച്ചാണെന്നുണ്ടെങ്കിൽ 1-2 കൂടി ഇടാം കേട്ടോ. 1 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് ഇത് ഗ്യാസിൽ വെച്ചിട്ട് നമുക്കിത് ഈ ശർക്കരപ്പാനി ആക്കിയിട്ട് എടുക്കാം. അപ്പോഴേക്കും അത് റെഡി ആവുമല്ലോ നമ്മുടെ അരി വറുത്ത് വരുമ്പോഴൊക്കെ. അതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അങ്ങനെ നന്നായി മൂത്ത് ഇതായതിന് ശേഷം വേണം നമുക്കിത് ആറാൻ വെച്ചിട്ട് പൊടിച്ചെടുക്കാൻ. അപ്പോൾ ഇതാ നല്ല പൊന്നിറായിട്ടുണ്ട്. അതിന് ശേഷം നന്നായി പുകഞ്ഞ് വരുന്നുണ്ടല്ലേ, ഈ ഒരു സ്റ്റേജ് ആവണ സമയത്ത് നമുക്കിത് കടായിൽ നിന്ന് എടുത്തിട്ട്, കടായിൽ തന്നെ വെക്കരുത്, എടുത്ത് മാറ്റി വെക്കണം. അതിന് ശേഷം ഇത് നന്നായി ആറി വരണം കേട്ടോ. ആറിയതിന് ശേഷം മാത്രം മിക്സിയിലിട്ടിട്ട് പൊടിക്കുക. അതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, ഒരു പരിഷ്കരിച്ചൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ഇതിൽ ചേർക്കുന്നുണ്ടെന്ന്. പഴയ അമ്മമാരൊന്നും അത് ഇടലില്ല. അരിയുണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അരിയും തേങ്ങയും ശർക്കരയും ഇത്ര തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുന്നത് പറഞ്ഞത് ഒരു 3/4 കപ്പ് കാഷ്യൂനട്ടും കൂടി ഇടുന്നുണ്ട്. ഇതൊന്നും മുന്നുള്ളവർ ചേർക്കില്ല. അപ്പോൾ ഞാൻ കാഷ്യൂനട്ട് ഒരു 3/4 കപ്പ് ചേർക്കുന്നുണ്ട്. കുറച്ച് ടേസ്റ്റിനും നല്ലതാണ്, ഹെൽത്തി ആണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതും ഇതേപോലെ ഒന്ന് ചുവക്കെ നന്നായി ഒന്ന് കറുക്കരുത്, അതേപോലെ ഒരു ബ്രൗൺ ആയിട്ട് വരുന്നവരെ അതൊന്ന് വറുത്ത് മാറ്റി വയ്ക്കുക. അതിന് ശേഷം ആറിയതിന് ശേഷം എന്താ അരി പൊടിച്ച് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതേ മിക്സിയിലേക്ക് നമുക്ക് കാഷ്യൂനട്ടും കൂടി ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. അതിന് ശേഷം നമ്മുടെ ശർക്കര പാനി ആയതുണ്ടല്ലോ, അത് നമ്മൾ കുറച്ച് നമുക്ക് ഇളക്കി മിക്സ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ അരി പൊടിച്ചെടുത്ത ഈ കടായിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാൻ എളുപ്പമുണ്ടല്ലോ. അതിന് ശേഷം നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് തേങ്ങ ചിരവിയത് ഒരു 1.5 കപ്പാണ് ചേർക്കണം. വേണമെച്ചാൽ കൂടുതലും ചേർക്കാം കേട്ടോ. 1.5 കപ്പിൻ്റെ അധികവും ചേർക്കാം. നമ്മുടെ 1.5 കപ്പോളം പച്ചത്തേങ്ങ ചിരവിയതാണ് ചേർത്തിരിക്കുന്നത്. അതിലൊരു 1/2 ടീസ്പൂണ് ഇലൈച്ചി പൗഡർ, ഏലക്കാപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഫ്ലേവർ ഇഷ്ടമില്ല എന്നുള്ളവരാണെച്ചാൽ ചേർക്കണം എന്നില്ല കേട്ടോ. പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. അത് നമ്മുടെ മധുരത്തിൻ്റെ ഒരു എന്ത് ഐറ്റം ഉണ്ടാക്കുമ്പോഴും ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് ഉപ്പ് ചേർത്താൽ അതൊരു ബാലൻസിങ് ആണ്, മധുരവും ഒക്കെ. അതിന് ശേഷം ഒരു ടീസ്പൂണ് നെയ്യ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അതിന് ശേഷം പൊടിച്ച് വെച്ച നമ്മുടെ അരിപ്പൊടിയും പിന്നെ കാഷ്യൂനട്ട് പൊടിച്ചത് രണ്ടും ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക. അതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക കേട്ടോ. ഇത് നന്നായി മിക്സ് ചെയ്ത് ഇതാവുമ്പോൾ ഇത് പാകമാവും, ഇതിൻ്റെ വെറ്റ്നസ്സൊക്കെ പാകമാവും. അപ്പോൾ ആദ്യം നമുക്ക് വെള്ളം അധികം ഉണ്ടോയെന്നൊക്കെ തോന്നും കേട്ടോ, കുഴച്ചെടുക്കണ സമയത്ത്, ഉണ്ട പിടിക്കുന്ന സമയത്തൊക്കെ. അപ്പോൾ ആദ്യത്തെ ദിവസം കുറച്ച് സോഫ്റ്റ് ആയാലും പിറ്റേ ദിവസം ആകുമ്പോഴേക്ക് ഇത് ശർക്കര ഒന്ന് ഇതായിട്ട് ഹാർഡായിട്ടുണ്ടാവും. നമ്മുടെ അരിയുടെയൊക്കെ നല്ല ഹാർഡായിട്ട് തന്നെ ഇരിക്കും, ശർക്കരയൊക്കെ ഒന്ന് ഇറുകി ഇതായതിന് ശേഷം. അപ്പോൾ ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കാം. അതിന് ശേഷം ആറിയതിന് ശേഷം മാത്രം, നല്ലോണം തണുക്കണ്ട, നമുക്ക് കൈ കൊണ്ട് കുഴച്ച് ഉരുട്ടി എടുക്കാൻ പറ്റുന്നൊരു പാകമുണ്ടല്ലോ, ചൂട്, ആ ചൂടിലോട് കൂടിയിട്ട് നമുക്ക് ഉരുട്ടിയിട്ട് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഡബ്ബയിൽ ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരാഴ്ച 10 ദിവസം വരെയൊക്കെ ഇരിക്കും കേട്ടോ. പച്ചത്തേങ്ങ ചേർക്കുക കാരണം പിന്നെ അതിന് മീതെ വെച്ച് കഴിഞ്ഞാൽ മണം വരാനും പിന്നെ പൂപ്പൽ വരാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത്ര ദിവസമൊക്കെ എന്തായാലും ഉപയോഗിക്കാം. കുട്ടികളൊക്കെ സ്കൂൾ പൂട്ടിയിട്ടൊക്കെ വീട്ടിലിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചു വരില്ലേ. അപ്പോൾ ബേക്കറിയിൽ നിന്നൊക്കെ അതൊന്നും വാങ്ങിച്ച് കൊടുക്കണേക്കാട്ടിലും ഭേദമാണ് നമുക്ക് വീട്ടിലുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ശർക്കര പിന്നെ കാഷ്യൂനട്ട് അതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ വീട്ടിൽ തന്നെ ഇത് പരീക്ഷിച്ച് ഒന്ന് കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കൂ. മധുരം നിങ്ങളുടെ പാകത്തിന് കൂട്ട് കുറയ്ക്കുക എന്ത് വേണമെച്ചാൽ ചെയ്യാം. ഇതൊരു പാകത്തിലുള്ള മധുരമാണ് കേട്ടോ. അതിന് ശേഷം ആറിയതിന് ശേഷം നന്നായി കൈകൊണ്ട് ഉരുട്ടി നമുക്കൊരു പാത്രത്തിലേക്ക് ആക്കി വയ്ക്കാം. അപ്പോൾ എല്ലാവരും
വീഡിയോ ഫുള്ളായി കാണുക കേട്ടോ, സ്കിപ്പ് ചെയ്യാതെ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ പുതിയ പുതിയ അടിപൊളി വീഡിയോസായിട്ട് ഇനിയും ഞാൻ വരാം. അപ്പോൾ ഇനി പുതിയൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് അടുത്തൊരു റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.